നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും 12 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള കുമ്പളങ്ങി വില്ലേജിലേക്കാണ്, മോഡൽ വില്ലേജിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് കുമ്പളങ്ങിയിലെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ വള്ളത്തിൽ ഒരു ഐലൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ കയാക്കിംഗ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയാക്കിങ്ങിൻ്റെ ചെറിയ ബോട്ടുകളുണ്ടല്ലോ, എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. ഏതായാലും ഇത് നമ്മൾ കുറച്ച് ലേറ്റായിപ്പോൾ ഇവിടെ വരാമെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം ഇവിടെ വന്നാൽ, യഥാർത്ഥത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം നല്ലപോലെ സ്റ്റേ ചെയ്യാനുള്ള ഒരുപാട് റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ കയാക്കിംഗ് എല്ലാം എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ഒരു കയാക്കിംഗ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് കയാക്കിങ്ങിൻ്റെ ബോട്ട്. അപ്പോൾ ഞാൻ കയറിയിരിക്കണം. ട്രെയിനിങ് ഉണ്ട്. ഓക്കെ, സാറിൻ്റെ കൈ പിടിച്ച് സാറിൻ്റെ ഷോൾഡർ ലെവലാണ് സാറിൻ്റെ ഷോൾഡർ ലെവലിൽ വരണം. ഓക്കെ, ലെഫ്റ്റ് ആവുമ്പോൾ റൈറ്റ് ആവുമ്പോൾ ലെഫ്റ്റ്, ബ്രേക്കും റിവേഴ്സും ഒരേപോലെ. അത് ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും കയക്ക് നിർത്തണമെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാക്ക് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ, അങ്ങനെ തിരിച്ചു പോകണമെങ്കിൽ ഇങ്ങനെ. സിമ്പിൾ. ഓക്കെ, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകാനും. ഇത് ബ്ലേഡ് തിരിക്കരുത്. ബ്ലേഡ് എപ്പോഴും ഈ ലെവലിൽ വെക്കണം. ചെസ്റ്റ് ലെവൽ പിടിക്കുക. ഓക്കെ, ലെഫ്റ്റ് ആവുമ്പോൾ റൈറ്റ്, റൈറ്റ് ആവുമ്പോൾ ലെഫ്റ്റ്. ഇതും ഫ്രണ്ടിലോട്ട് പോകും, ഫ്രണ്ടിലേക്ക് പോകും. തിരിച്ചു. ഓക്കെ, റിവേഴ്സും ബ്രേക്കും. ഇവിടെ നമുക്ക് ഇരിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ കാലിന്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, കാലിട്ട് പൊക്കിയിട്ട് വൈഡാക്കി വെക്കുമ്പോൾ സ്റ്റെബിലിറ്റി നല്ലോണം കിട്ടും. എന്നിട്ട് ചെസ്റ്റ് ലെവൽ പിടിച്ചിട്ട് പതിയെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ബാക്ക് സ്ട്രൈറ്റ് പോകും. ഓക്കെ, റൈറ്റ് മാത്രം പോകണമെങ്കിൽ ലെഫ്റ്റ് മാത്രം ആന്റി ക്ലോക്ക്. മനസ്സിലായി. ഗൈഡ് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഞാൻ ഗൈഡ് കൂടെ ഉണ്ടാവും. ഓക്കെ, ഏതായാലും കയറി ഇരിക്കട്ടോ. ഇരിക്കണം. ഓക്കെ, ഈ ലെവൽ പിടിക്കുക. ഓക്കെ, ഓക്കെ. റൈറ്റ് മാത്രമേ പിടിക്കുക.
ഓ അപ്പോൾ എന്നെ ഞാൻ വീഴുന്നാന്ന് നോക്കാൻ വന്നതാണോ? ഓ ഇത്രയേ ഉള്ളൂ. ഓ ആഴം കുറവാ. ഓ ഇത്ര കുത്തിയ ഇത്രയേ ഉള്ള ആഴം. ഓ അത് ശരി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വീഴത്തില്ല. ഇത് ആർക്കും വേണമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം ഇത്ര കുഴിയേ ഉള്ളു, 2 അടിയേ ഉള്ളൂ. ഓ ബേസിക്കായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകം കണ്ടുപിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറുകളോളം ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ചില ഗസ്റ്റുകൾ വന്നിട്ട് സ്വന്തമായിട്ട് ഇതെടുത്ത് അവർക്ക് ഗൈഡൊന്നും വേണ്ട, അവർ ചുമ്മാ കുറേ ഓടിച്ചു പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നവരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് സൂര്യോദയം കാണാം, വൈകുന്നേരം വേണമെങ്കിൽ നമുക്ക് സൺസെറ്റും കാണാം ഇതിൽ പോയാൽ. ഓ ബേർഡ് സാങ്ച്വറി ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ബേർഡ് വാച്ചിങ്ങും ചെയ്യാം നമുക്ക്. ഓ ഇവിടെ ഉണ്ടല്ലേ? ഓ ആ കളർ. ആ ഓക്കെ ഓക്കെ. ഓ ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ കവർ വരുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ തൊടുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലൂ കളറാവും. ഇതിപ്പോൾ ഓ അതാണ് ഈ അയക്കിങ് ഇതെടുത്തു കഴിഞ്ഞാൽ കവറുള്ള സമയത്ത് നമ്മളിതിങ്ങനെ മുക്കി മുകളിലോട്ട് എടുക്കുമ്പോൾ ബ്ലൂ കളറാവും. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ മതി. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ കയാക്കിങ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്ന ആളല്ല. ഇപ്പോൾ നമുക്കൊരു വള്ളം കിട്ടി, ഇവിടെ വന്നു. ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് പറയുകയും ചെയ്തു. സ്ത്രീകൾ വരെ വന്നിട്ട് ഒറ്റയ്ക്ക് ഇതെടുത്തുകൊണ്ട് പോകുന്നു, രാവിലെ കൊണ്ടുപോകുന്നു, അവർ ഒറ്റയ്ക്ക് എവിടെ എല്ലായിടത്തും കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കയറാതിരിക്കാൻ ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ കയറി ആർക്ക് വേണോ ചെയ്യാവുന്നതാണ്. ഒരു സേഫ്റ്റിയുടെ പ്രശ്നമില്ല. കാരണം വെച്ചാൽ ഈ വെള്ളത്തിന് 2 അടി ഉയരമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സേഫ്റ്റിയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. എന്നിരുന്നാലും ഇവിടുത്തെ സേഫ്റ്റി പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ജാക്കറ്റൊക്കെ തരുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കുട്ടവഞ്ചി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുട്ടവഞ്ചി കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് കുട്ടവഞ്ചി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. നമുക്കിതിൽ പോകാം അല്ലേ? സാധാരണ ഇതിൽ എത്ര പേർക്ക് കയറാം? 5 പേർക്ക് കയറാം. അപ്പോൾ തുഴയാൻ ഒരാളെ കാണും. ഓക്കെ. അപ്പോൾ നിങ്ങൾ കൂടെ വരും അല്ലേ? ഓക്കെ. അത് കയറാൻ പറ്റുമോ? ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ.
നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരാളിന് നിങ്ങളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനുള്ളത്? ഗൂഗിൾ പ്രൊഫൈലുണ്ട്. ഓക്കെ, ലൂമിനൻസ് വാട്ടർ സ്പോർട്സ് എന്നാണ് പറയുന്നത്. അതിൽ നോക്കിയിട്ട് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളിതെല്ലാം ചെയ്തു കൊടുക്കും. ഡേ ഔട്ടും എല്ലാം കൂടെ ഒരു ഹോൾ ഡേ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാം ഉണ്ട്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഓ ഇറങ്ങാനും കയറാനും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഇവർക്ക് വേറെ ഒരു പ്രശ്നമുണ്ട്. പോയി കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്കി വിടും. എനിക്ക് കറക്കുന്ന അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് വലിയ കറക്കിയില്ലെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കറക്ക് ഇറങ്ങിയാൽ ഇവിടെ വന്നേ തീരത്തുള്ളൂ. ഓ ഓ, കവറുള്ള സമയത്ത് തന്നെ ബ്ലൂ ഇഷ് കളറും കൂടെ കിട്ടുമ്പോൾ രാത്രി അങ്ങനെ വന്ന് കവറിൽ കൂടെ കറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ ഗംഭീരമായിരിക്കും. നമ്മൾ കുട്ടിക്കാലത്താണ് കാരക്ക എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടുണ്ട്. ഒലീവിനെ പോലെയൊക്കെ ഇരിക്കും, അതിനകത്തൊരു കുരുവൊക്കെ ഉണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് കാരക്ക മരം. ഇതാ നമുക്ക് കാണാൻ പറ്റും, ശരിക്കും കാരക്ക പിടിച്ച് നിൽക്കുകയാണ് ഇവിടെ. പോയി വീണു. എവിടെയോ വീണല്ലേ? ഉപ്പും കൂട്ടി കഴിച്ചല്ലേ? ഇതാണ് കാരക്ക. ഇത് ഫുൾ പഴുത്താലാണ് നല്ലത്. ഇപ്പോഴാണെങ്കിൽ ഉപ്പൊക്കെ കൂട്ടി കഴിക്കേണ്ടതാണ്. ഇത് നമ്മൾ ഉപ്പും ചേർത്ത് കഴിച്ചാൽ ഇപ്പോൾ കറക്റ്റാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല ഭാഗമാകുമ്പോൾ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റും. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ധാരാളം ഫിഷ് ഫാംസ് ഉണ്ട്. ഓരോ ഫിഷുകൾക്കാണ് ഓരോ ഏരിയ. തിരുത ചെയ്യുന്നതാണ്. പിന്നെ കരിമീൻ ചെയ്യുന്നുണ്ട്, ഞണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് എന്ത് ഫിഷാണ്? കാളാഞ്ചിയാണ് ഇവിടെ ചെയ്യുന്നത്. ഏതായാലും ഇതിൻ്റെ ഫീഡിങ് ടൈം കഴിഞ്ഞു എന്ന് പറയുന്നു. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് കിട്ടുമോ എന്ന് നോക്കാം. കിട്ടത്തില്ല, ഇതിനൊക്കെ ഒരു ഫീഡിങ് ടൈം ഉണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് അല്ലാത്ത ഒരു സമയത്ത് ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഫിഷ് അലർട്ടാവും. അതുകൊണ്ട് ഇതിൽ കടിക്കാനുള്ള സാധ്യത കുറവാണ്. ഇല്ല. അപ്പോൾ ഇത് വളർത്തുന്ന എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സിംഗ് ആണ്. ഇതിനൊരു ബ്രീഡിങ് ടൈമുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സർട്ടൻ ടൈം കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി വേറൊരു സ്ഥലത്തിടണം. പിന്നെ ഇതിൻ്റെ pH ടെസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇത് ഗവൺമെൻറ് കുറച്ച് സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയെല്ലാം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കടൽക്കാക്കകളൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഇതിനെല്ലാം എടുത്തുകൊണ്ട് പോണ ഒരു അവസരവും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ട് പഠിക്കാനും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇത് വെറുതെ ഇങ്ങനെ ഇട്ട് കളന്ന് വളരുന്നതല്ല. ഈ ഫിഷ് ഫാംസ് എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടിയെ നോക്കുന്ന അതേ ലാഘവത്തോടു കൂടി ഈ ഫിഷിനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് ഒരു ഫ്ലറിഷിങ് ആവും. പിന്നെ മാത്രമല്ല ഈ വെതറിനെയും കൂടെ ബാധിച്ചല്ലേ ഇരിക്കുന്നത്. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഇതിനെല്ലാം ബാധിക്കും. എന്നിരുന്നാലും ആൾക്കാരുടെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ബിസിനസ്സുകൾ ഫ്ലറിഷ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇത് ഫിഷ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല. കുറച്ച് മീനിനെ പിടിച്ചൊരു കുളത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങ് ഫിഷ് ആയിക്കൊള്ളുമെന്ന് പറയുന്നതല്ല. നമ്മൾ ഡെയിലി അതിനെ നോക്കണം എന്നുള്ളതല്ലേ. കുഞ്ഞിനെ നോക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഇതെന്താണ് ഇടുന്നത്? ഓക്കെ, ഇതിട്ട് കഴിഞ്ഞാൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വലുത് വന്നില്ലേ, വലുത് അടുത്ത് താഴത്ത് കുഞ്ഞുങ്ങളുണ്ടാവും. ഒരേ സമയത്ത് റോപ്പ് ട്രാപ്പ് ചെയ്യും. ഒരേ സമയത്ത് വലിച്ചിട്ട്
വലുതിനെടുത്തിട്ട് വലുതിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കും. അല്ലെങ്കിൽ ചെറുത് കുഞ്ഞുങ്ങളെടുത്ത് കരിമീൻ കുഞ്ഞുങ്ങളെടുക്കും. അതല്ലെങ്കിൽ കാളാഞ്ചിനെ പിടിക്കാനുള്ള ബൈറ്റ് ആയിട്ടുള്ള പള്ളത്തി കുഞ്ഞുങ്ങൾ എടുത്ത് മാറ്റും. എന്നിട്ട് കരിമീൻ കുഞ്ഞുങ്ങൾ അതിലേക്ക് ഇടും, നഴ്സറികളിലേക്ക് ഇടും. എന്നിട്ട് അത് ആവശ്യക്കാരെ വരുമ്പോൾ അത് വാങ്ങിച്ച് അവർ കൊണ്ടുപോകും. ഒരു കുഞ്ഞിന് 4 രൂപ 3 രൂപ റേഞ്ചിൽ കിട്ടും. അതിനുള്ള നഴ്സറീസ് ആണ് ഓക്സിജൻ കൊടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ വന്ന് ഫാമിലേക്ക് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ. അവിടെ നിന്ന് എങ്ങനെ പിക്ക് ചെയ്യുന്നത്? അവിടെ ഇതേപോലെ തന്നെ വലിച്ചു കൂട്ടിയിട്ട് ബോൾസ് കൊണ്ട് പോരും. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഒരു ഫിഷ് ഫാമിങ് ഇത്രയും ഏരിയ എടുത്തിട്ട് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 തരം മീനുകളെ നമ്മൾ പരിപോഷിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് ഇതിലുള്ളത്? റിയലി നേച്ചറാണ് മെയിൻ. നേച്ചറാണ് മെയിൻ. ഇപ്പോൾ ഹെവി റെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫ്ലഡ് വന്നാൽ പ്രശ്നം. അതിക്ക് മുമ്പ് നമ്മൾ മോട്ടർ അടിക്കാൻ തുടങ്ങണം. മോട്ടർ അടിച്ച് മീൻ പിടിക്കാൻ തുടങ്ങണം. അപ്പം അത്രയും പണിക്കാർ ഇവിടെ വേണം. അത് ലോസിലേക്ക് പോകും. ഓക്കെ. അങ്ങനെയാണ്. പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതെല്ലാം. കൃഷി പോലെ തന്നെയാണ്. ഇപ്പം ഇങ്ങനെ കള്ളന്മാരുടെ ശല്യങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായി. ഇപ്പം കള്ളന്മാരുടെ ശല്യമില്ല. ഓക്കെ. ഇപ്പം ശരിക്കും കുറച്ച് മോഡേൺ ആയിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഗവൺമെന്റ് സബ്സിഡി തരുന്നു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെന്റ് സബ്സിഡി തരുന്നത് നമുക്ക് നെറ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. സബ്സിഡി ഉണ്ട്. ഓക്കെ. അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നെറ്റ് ഇട്ടിട്ടില്ലല്ലോ. ഇവിടെ അത് മതി. ഓരോടത്ത് ഓരോ ഇതാണ്. ഏത് മീനാണ് എവിടെ ഇട്ടേക്കണത്, ഏതാണ് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ എളുപ്പമുള്ളത്, നീർക്കാക്കി ഏറ്റവും പെട്ടെന്ന് ഇറങ്ങണത് ഏത് സൈഡിലാണെന്ന് വെച്ചാൽ അങ്ങനെ അത് മാറ്റിക്കൊടുക്കും. തിരുത ഉണ്ടല്ലേ? ആദ്യം തിരുത പയ്യേ വരുള്ളേ. തിരുത കാണാൻ നമ്മൾ കണ്ടും അടുത്ത സാധനം വന്നു. അവനിങ്ങനെ ഓടി ഇവിടെ വരും. വലുത് അതെ ഇവിടെ പിലോപ്പി ഉണ്ടായില്ല. ഇത് വന്നോളൂ, ഇനി വന്നോളൂ. ഏതായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇത് ഫിഷ് വരുന്നതും ഇത് കഴിക്കുന്നതും കാണാൻ നല്ല രസമാണ് കേട്ടോ. വലിയ ഓക്കെ. ഇത് തന്നെ ഒരു എൻജോയ്മെൻ്റാണ്. ഇവിടെ വരിക, ഫിഷിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക, ഫിഷുകൾ വന്ന് സന്തോഷമായിട്ട് കഴിക്കുന്നു കാണുന്നത് തന്നെ സന്തോഷം. ഫിഷ് വരുന്നുണ്ട്, ഇതാ കഴിക്കുന്നത് കാണാം. ഫൈറ്റ് ചെയ്ത് കഴിക്കുകയാണ്. Anand Travel proudly celebrate 40 incredible years in the travel industry. Whether you're dreaming of an exotic beach escape, a romantic European getaway, or an exciting adventure across continents, we have got special fares to destinations worldwide just for you. We offer worldwide holiday packages and hotel bookings to suit every budget and style, from luxury resorts to cozy hideaways. Our expert team handles visa and passport services with ease so you can travel stress-free. And don't miss out on our exclusive cruise holiday offers. Luxurious experiences at unbeatable prices. Whether it's a Caribbean, the Mediterranean or beyond, your dream cruise is waiting. Now let us take you even further. Your journey begins here. Book today and experience the world with us. Anand Travel.
ജയൻ ഏതായാലും വളരെ സന്തോഷം. നമ്മളിവിടെ വന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. അത് ഞങ്ങളെല്ലാം വെളിയിലൊക്കെ നിന്നിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഈ കണ്ടൽക്കാട് വഴി പോയതും കയാക്കിംഗ് എല്ലാം സംഭവിച്ചത് താങ്കളെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ സന്തോഷം. താങ്കളോടും സന്തോഷം പറയാണ്. നിങ്ങൾ കുമ്പളങ്ങിയിൽ വന്ന് നമ്മുടെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റാണ്, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും. പിന്നെ അപ്പോൾ നമ്മുടെ നമ്പർ നമുക്ക് തരാം സാറേ. എൻ്റെ കോൺടാക്റ്റ് നമ്പർ 9349472375 ജയൻ PK. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്നവർക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായും സാറിൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആര് വന്നാലും നമ്മൾ ടേക്ക് കെയർ ചെയ്തോളൂ. നിങ്ങൾ വിട്ടാൽ മതി. ഓക്കെ. ആൾക്കാരെ കണ്ടു, നോ പ്രോബ്ലം. ഏതായാലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമുക്ക് ഈവനിങ്ങിലാണെങ്കിൽ നല്ല കംപ്ലീറ്റ് ആകാശം എല്ലാം ഒരു നല്ല റെഡ് കളർ വരും. നല്ലൊരു സുന്ദരമായ ബീച്ചുണ്ട്, പുത്തൻതോട് ബീച്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ക്ലീൻ ആണ്, ഒരു അഴുക്ക് പോലും ആ ബീച്ചിലില്ല. ഒരുപാട് സിനിമയൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഫോർട്ട് കൊച്ചിനേക്കാളും ഭംഗിയാണ്, ആലപ്പുഴയേക്കാളും ഭംഗിയാണ്. നല്ല നമുക്ക് സ്വിം ചെയ്യാം. എന്താണെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പുത്തൻതോട് ബീച്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഏതായാലും ജയൻ, താങ്ക് യു വെരി മച്ച്. സാജൻ, താങ്കളുടെ സഹായവും വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. താങ്ക് യു. മോഹൻലാൽ ഇവിടെ പറഞ്ഞു വെൽക്കം ടു ഊട്ടി, വെൽക്കം ടു കുമ്പളങ്ങി. നൈസ് ടു മീറ്റ് യു. താങ്ക് യു വെരി മച്ച്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ കുമ്പളങ്ങിയിൽ വന്നപ്പോൾ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് 1-2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് വളരെ റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് പോവേണ്ട ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത്. നമ്മൾ കുട്ടവഞ്ചിയിലൊക്കെ കുറച്ച് നേരമേ പോയിട്ടുള്ളൂ. കയാക്കിങ്ങിനും നമ്മൾ കുറച്ച് നേരെ പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഒക്കെ നമുക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നോർമൽ വള്ളത്തിൽ നമുക്ക് പോവാം. കൂടാതെ ഈ ഫിഷ് ഫാമിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയും. ഈ കാടുകളിലൂടെ, ചെറിയ കണ്ടൽ കാടുകളിലൂടെ നമുക്ക് നടക്കാൻ കഴിയും. ഇതെല്ലാം കൊണ്ടും ഒരു നല്ല ഒരു ഹോളിഡേ. അതിനുപരി പറയേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ആൾക്കാരുമായിട്ടും നമ്മൾ പരിചയപ്പെടാറുണ്ടല്ലോ. അവരുടെ പെരുമാറ്റ രീതികൾ, ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ടല്ലോ, അത് പറയുന്നതിനപ്പുറമാണ്. ഏത് സ്ഥലത്ത് ചെന്നാലും ആൾക്കാർ നമ്മളെ വളരെ കാര്യമായിട്ട് സംസാരിക്കുകയും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയും ഒരു നല്ല നിഷ്കളങ്കരായ ആൾക്കാരെ കൂടി നമ്മൾ ഈ കുമ്പളങ്ങിയിൽ കണ്ടു എന്നുള്ളതാണ് ഇവിടെ വന്നതിലുള്ള ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നത്. ഏതായാലും ഞങ്ങൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള യാത്രയിൽ ഇത്തരം ഗ്രാമങ്ങളിലും സിറ്റികളിലും തീരദേശങ്ങളിലും പ്രദേശങ്ങളിലും കൂടെ യാത്ര ചെയ്യുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ്, സുന്ദരമായ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച കേരളത്തിൻ്റെ മറ്റൊരു ഭംഗിയാർന്ന സ്ഥലവുമായി കാണും വരെ നന്ദി, നമസ്കാരം.